الحمد لله رب العالمين. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന് അവന്റെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 3 ദിവസങ്ങൾക്ക് മുമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി മദീന പള്ളിയിലെ മിമ്പറിൽ കയറി സഹാബത്തിനെ അഭിമുഖീകരിച്ച് തന്റെ അവസാനത്തെ ഖുതുബ നിർവഹിച്ചിട്ടുള്ളത്. ആ ഖുതുബ നിർവഹിക്കുന്നതിന് മുന്നോടിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഖബർസ്ഥാനിലേക്ക് പോവുകയും അവിടെ ചെന്ന് വിട പറഞ്ഞുപോയ തന്റെ അനുചരന്മാർക്ക്, തന്റെ പ്രിയപ്പെട്ടവർക്ക് റസൂൽ സലാമോതുകയും
അവർക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉഖ്ബത്ത് ഇബ്നു ആമിറുൽ ജഹനി റളിയല്ലാഹു അൻഹു ആ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലരോടും വിട പറയുന്നു എന്ന സ്വഭാവത്തിലാണ്, യാത്ര പറയുന്നു എന്ന സ്വഭാവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബർസ്ഥാനിൽ തന്റെ പ്രാർത്ഥനകൾ നിർവഹിച്ചത്. അതിനുശേഷം പള്ളിയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി. എന്നിട്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഇന്നി ബൈന ഐദീകും ഫറത്തുൻ, ഞാൻ നിങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ ഒരു മുൻഗാമിയായി ഇവിടെ നിന്ന് കടന്നു പോവുകയാണ്. വ അന അലൈക്കും ഷഹീദ്, ഞാൻ നിങ്ങൾക്ക് മേൽ സാക്ഷിയായിരിക്കും അല്ലാഹുവിന്റെ മുമ്പിൽ. വ ഇന്ന മൗഇദകുമുൽ ഹൗൽ, നിങ്ങളുമായി എന്റെ വാഗ്ദത്ത സമയം, അപ്പോയിന്റ്മെന്റ് സമയം അത് ഹൗലിന്റെ അരികിലാണ്, ഹൗലുൽ കൗസറിന്റെ അരികിലാണ്. വ ഇന്നി ലഅൻദുറു ഇലൈഹി വ അന ഫീ മഖാമി ഹാദാ, ഞാൻ ഇപ്പോൾ ഈ മിമ്പറിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ ഹൗലുൽ കൗസർ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നിങ്ങൾ വന്നു ചേരുന്നതും ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നതും നമ്മൾ അവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നതുമൊക്കെയായ രംഗങ്ങൾ ഞാൻ മനസ്സിൽ കാണുകയാണ്. വഇന്നി ലസ്തു അഖ്ശാ അലൈക്കും അൻ തുശ്രികൂ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ മേൽ നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന് ഭയപ്പെടുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കുമുദ് ദുനിയാ അൻ തനാഫസുഹാ, മറിച്ച് ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നത് നിങ്ങൾ പരലോക ബോധം വിട്ട്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധം വിട്ട് നിങ്ങൾ ഭൗതികതയോട്, ഈ ദുനിയാവിനോട് മത്സരിച്ച് കളയും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫകാനത് ആഖിറ നദറത്തിൻ നദർതുഹാ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഞാൻ അവസാനമായി നോക്കിയ നോട്ടം ആ ഖുതുബ പറഞ്ഞ നോട്ടമായി, ആ വേളയിലുള്ള നോട്ടമായിരുന്നു എന്ന് ഉഖ്ബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് നൽകിയിട്ടുള്ള താക്കീത്, നിങ്ങൾ ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്നതിനെ സൂക്ഷിക്കണമെന്നതാണ്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ആകെ ഭയമുള്ളത് അക്കാര്യമാണ്. നിങ്ങൾ ശിർക്ക് ചെയ്തു കളയുമെന്ന് എനിക്ക് ഭയമില്ല, മറിച്ച് നിങ്ങൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ച് നിങ്ങൾ കവാത്ത് മറക്കുമെന്നാണ് ഞാൻ ഭയപ്പെടുന്ന കാര്യം. മുൻപിൻ നോക്കാതെ, ഹലാല് ഹറാമുകളെ കുറിച്ച് അന്വേഷിക്കാതെ, ആർത്തിപ്പണ്ടാരങ്ങളായി കണ്ണു കാണാതെ, തട്ടിപ്പിനായി ഒരുക്കപ്പെട്ട കെണികളിലേക്ക് പാറി വീഴുന്ന സമുദായമായി നമ്മുടെ സമുദായം മാറിയിരിക്കുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത കാലം വന്നിരിക്കുന്നു എന്ന് ഭയപ്പെടേണ്ടുന്ന കാലമാണിത്. ഇതേത് കാലമാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും അവസാനം കഴിഞ്ഞ ഒരാഴ്ചകളിൽ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പറയാൻ തോന്നുക ഇത് നിക്ഷേപ തട്ടിപ്പുകളുടെ കാലമാണ് എന്നാണ്. നേരത്തെ നമ്മൾ ഇത് ഹജ്ജ് കാലമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ സമുദായത്തെ എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ, സമുദായത്തിലെ പർദ്ദയിട്ട, മഫ്തയിട്ട, ബുർക്ക ധരിക്കുക പോലും ചെയ്ത താത്തമാർ, സഹോദരിമാർ, അവർ സമരമുഖത്താണുള്ളത്. ഏത് സമരമുഖത്താണ് അവർ ഉള്ളത് എന്നറിയുമോ? വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കണ്ണൂരിൽ ഒരു ജ്വല്ലറിയിൽ നിക്ഷേപം നടത്തി വഞ്ചിതരായതിന്റെ പേരിൽ സമരത്തിലാണ് അവർ എന്നതാണ്. നിക്ഷേപ തട്ടിപ്പുകൾക്ക്, ആ നിക്ഷേപ തട്ടിപ്പുകളുടെ കണക്ക് അവിടെ തീരുന്നതല്ല. ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ പ്രമുഖമായ സിറ്റികൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകളുടെ, സൈബർ ഇടം കേന്ദ്രീകരിച്ചും അല്ലാതെയും നടന്നിട്ടുള്ള നിക്ഷേപ തട്ടിപ്പുകളുടെ കണക്കുകൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്.
കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷനിൽ മാത്രം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 15.5 കോടിയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കേസ് വരികയും ആ കേസ് അന്വേഷിക്കുകയും അങ്ങനെ അന്വേഷണത്തെ തുടർന്ന് തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്ത കേസുകളിലുള്ള നഷ്ടത്തിന്റെ കണക്കാണ് പറയുന്നത്. നമുക്കറിയാം, നമുക്കെല്ലാം ഉറപ്പുള്ള കാര്യമാണ്, ഏത് തട്ടിപ്പ് നടന്നാലും അതിൽ 5% പോലും പരാതിയുമായി, തട്ടിപ്പിനിരയായതിന്റെ പരാതിയുമായി മുന്നോട്ട് വരികയില്ല. നമ്മുടെ ഒരു ദുരഭിമാന ബോധം കൊണ്ട്, നമ്മുടെ ഒരു മാനക്കേടോർത്തിട്ട് 95% അതിനപ്പുറവും ഏതായാലും ക്യാഷ് പോയി, ഇനി മാനം കെടാനാവുകയില്ല എന്ന് കരുതി മിണ്ടാതിരിക്കുന്ന, മൗനം പാലിക്കുന്ന പ്രവണതയാണുള്ളത്. അപ്പോൾ എത്ര ഭീകരമാണ് തട്ടിപ്പുകൾ. ഇന്നലെ കൊച്ചി നഗരത്തിൽ ഈ സ്വഭാവത്തിൽ നടന്നിട്ടുള്ള തട്ടിപ്പുകൾ വഴി കഴിഞ്ഞ 4 മാസം കൊണ്ട് നഷ്ടപ്പെട്ട തുക പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത് 20 കോടിയാണ്. പല സ്വഭാവത്തിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആക്സസബിൾ ആയ ലോൺ ആപ്പുകൾ, അതേപോലെ തന്നെ ട്രേഡിംഗ് ആപ്പുകൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള പക്ക തട്ടിപ്പാണെന്ന് ബോധ്യമായ നഷ്ടത്തിന്റെ കണക്കുകളാണ് പോലീസ് പുറത്തുവിട്ടിട്ടുള്ളത്. കണ്ണൂരിൽ നടന്ന സംഭവം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഒരു ജ്വല്ലറി ഉടമ, ജ്വല്ലറികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന നിക്ഷേപ തട്ടിപ്പുകൾ എന്നത് ഇന്ന് നമുക്ക് ആവോളം അറിയാനുള്ള, പരിശോധിക്കാനുള്ള ഒന്നാണ്. തട്ടിപ്പുകൾ പല വിധത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ജ്വല്ലറികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന നിക്ഷേപ തട്ടിപ്പുകൾ വലിയ അളവിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയും നിരന്തരം ഒരു മടയിൽ പോയി കൈയിട്ട് അവിടുന്ന് കൊത്തുവാങ്ങി ആ കൈ പിൻവലിച്ചിട്ട് പിന്നെയും അവിടെ തന്നെ 1ഉം 2ഉം തവണയല്ല, ആവർത്തിച്ച് അത്തരം മടകളിൽ കൊണ്ടുപോയി കൈയിട്ട് കൊത്തുവാങ്ങുന്ന പ്രവണത നമ്മുടെ സമുദായത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ദുനിയാവിന് വേണ്ടിയുള്ള മത്സരമാണ്. ദുനിയാവിന് വേണ്ടിയുള്ള മത്സരം എന്ന് പറഞ്ഞാൽ സമ്പത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. ഏത് വിധേനയും സാമ്പത്തിക വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള, എന്നിട്ട് ജീവിതത്തെ ആസ്വദിച്ചു കളയാമെന്ന് വ്യാമോഹിക്കുന്ന ആ വ്യാമോഹങ്ങളെയാണ്, ആ വ്യാമോഹങ്ങളുടെ ചെലവിലാണ് ഈ കെണികളെല്ലാം ഒരുക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കണ്ണൂരിൽ നടന്ന കേസ് എന്താണെന്ന് ചോദിച്ചാൽ, 1 ലക്ഷം രൂപ നിങ്ങൾ ജ്വല്ലറിയിൽ നിക്ഷേപിച്ചാൽ എല്ലാ മാസവും 900 രൂപ വീതം നിങ്ങൾക്ക് ലാഭം തരുമെന്ന് ജ്വല്ലറിക്കാരൻ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ പർദ്ദയിട്ട, മഫ്തയിട്ട, നിഖാബിട്ട കണ്ണൂരിലെ സ്ത്രീകൾ കൊണ്ടുപോയി ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവൻ, ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി അവർ 1 ലക്ഷം തികച്ച് അവിടെ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു. അങ്ങനെ 900 രൂപ വെച്ച് മാസം ഇങ്ങനെ കിട്ടിപ്പോന്നപ്പോ നല്ല സുഖമുള്ള പരിപാടിയായിരുന്നു. ഒരു ഓഫർ അതാണ്, 1 ലക്ഷം രൂപക്ക് 900 രൂപ. മറ്റൊരു ഓഫർ 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ കയ്യിൽ ധാരാളമുണ്ട്, പല വിധേന കൈവന്നത്. പ്രത്യേകിച്ചും വിവാഹ സന്ദർഭങ്ങളിൽ ഇസ്ലാമികമായി ന്യായീകരിക്കാൻ ഒരു പഴുതുമില്ലാത്ത നമ്മുടെ ദുരാചാരങ്ങൾ കൊണ്ട് സമൂഹത്തിന് ഉപയോഗപ്പെടേണ്ടുന്ന സമ്പത്തിനെ ഡെഡാക്കി നമ്മുടെ അലമാരകളിൽ സൂക്ഷിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, അതിൽ കണ്ണുവെച്ച്, അതിൽ ലാഭം മോഹിപ്പിച്ച് അത് ജ്വല്ലറിക്കാരൻ കവർന്നെടുക്കുന്നു. 10 പവൻ സ്വർണം നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ വർഷത്തിൽ 1 പവൻ സ്വർണം നിങ്ങൾക്ക് ലാഭമായി ഉറപ്പായും തരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തതാണ് ഇവരൊക്കെ. 2020 900 രൂപ വെച്ച് ഈ ലാഭം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2020 ആ ജ്വല്ലറിയുടെ ഉടമയോ അല്ലെങ്കിൽ അതിന്റെ പ്രധാന ഓഹരിക്കാരനോ ആയ അയാൾ മുസ്ലിം തന്നെയാണ്. അയാൾ മരിക്കുന്നതോടുകൂടി ഈ ലാഭം വരവ് നിലക്കുന്നു. അങ്ങനെ കുറെ കാലമായപ്പോ, വർഷങ്ങളോളം, മാസങ്ങളോളം ലാഭം വരവ് നിലച്ചപ്പോ ഇവർ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതാണ് ആ കേസിൽ സംഭവിച്ചിട്ടുള്ളത്.
ഇവിടെ നമുക്ക് സഹതാപം തോന്നുന്ന ആരോടാണ്? നമുക്ക് നീതി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ആർക്കാണ്? യഥാർത്ഥത്തിൽ നമ്മൾക്കെല്ലാവർക്കും പ്രത്യക്ഷത്തിൽ വിലയിരുത്തിയാൽ സഹതാപമർഹിക്കുന്നവരായും നീതി ലഭിക്കേണ്ടവരായും തോന്നുന്നത് ഇതിൽ പണം കൊണ്ടുപോയി നിക്ഷേപിച്ച ആ സ്ത്രീകളോടാണ് നമുക്ക് സഹതാപമുണ്ടാവുക. അവർക്ക് നീതി കിട്ടണമെന്നാണ് നമ്മുടെ ഒരു മനസ്സ് പറയുക. ആളുകൾ അങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക. പക്ഷേ ഇതിൽ സംഭവിച്ച യാഥാർത്ഥ്യം എന്താണ്? കഴിഞ്ഞ കുറെ വർഷങ്ങളും മാസങ്ങളുമായി ഒരു മനുഷ്യന് പണം കടം കൊടുത്ത് പലിശ വാങ്ങിയിരുന്നവരാണ് ഈ ഇപ്പോൾ സമരക്കാരായി നമ്മുടെ മുമ്പിലുള്ളത്. ആ നിക്ഷേപകർ. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നിക്ഷേപം എന്താണെന്ന് നമുക്ക് അറിയില്ല. ഭാഷാപരമായ പ്രയോഗത്തിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഡെപ്പോസിറ്റിനും നമ്മൾ മലയാള ഭാഷയിൽ നിക്ഷേപം എന്നാണ് പറയുക, ഇൻവെസ്റ്റ്മെന്റിനും നമ്മൾ നിക്ഷേപമാണെന്ന് പറയുക. പക്ഷേ ഇപ്പോൾ വ്യാപകമായി നിക്ഷേപം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാഭം കിട്ടണമെന്ന വ്യവസ്ഥയിൽ കടം കൊടുത്തിട്ടുള്ള പണത്തിനാണ് നമ്മൾ ഇപ്പോൾ നിക്ഷേപമെന്ന് വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ജ്വല്ലറിയിൽ സംഭവിച്ചിട്ടുള്ളത് അതാണ്. അയാൾക്ക് പണം കടം കൊടുത്തിരിക്കുന്നു, തന്ന ക്യാഷ് തിരിച്ചു കിട്ടണമെന്ന വ്യവസ്ഥയിൽ, അതെപ്പോഴും തിരിച്ചു കിട്ടും എന്ന വ്യവസ്ഥയിൽ മാസാമാസം ലാഭം പറ്റാൻ തീരുമാനിച്ച പലിശമോഹികളാണ് ഈ സമരരംഗത്തുള്ളത്. ഇപ്പോൾ പലിശ കിട്ടാതായപ്പോൾ അവർ സമരരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊടുത്ത പണം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കൊടുത്ത പണം കിട്ടണം. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ന്യായമുള്ളത്, നീതിയുള്ളത് എവിടെയാണ്? ആർക്കാണ് നീതി കിട്ടേണ്ടത്? ആരാണ് സഹതാപം അർഹിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഒരാൾ, ഈ നിക്ഷേപകർ എന്ന് പറയുന്ന ആളുകളിൽ നിന്നൊക്കെ ഒരാൾ പണം കടം വാങ്ങിയതാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ അത് കടമാണ്. അത് ഇൻവെസ്റ്റ്മെന്റ് ആകുന്നില്ല. നിങ്ങൾക്ക് ലാഭനഷ്ടങ്ങളിൽ പങ്കാളിത്തത്തിന് സന്നദ്ധമായിക്കൊണ്ടല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് സാധ്യമല്ല. അതല്ലാത്തതിന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയില്ല. നിങ്ങൾ ഒരാൾക്ക് പണം ഉപയോഗിക്കാൻ കൊടുക്കുന്നു, ആ പണം ഉപയോഗിച്ചിട്ട് അയാൾ കച്ചവടം ചെയ്യട്ടെ, ആ കച്ചവടത്തിൽ അയാൾക്ക് ലാഭം ഉണ്ടായിക്കൊള്ളട്ടെ, ആ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം നിങ്ങൾ കൈപ്പറ്റുന്നത് അത് കച്ചവടത്തിലെ ലാഭം പോലെ തന്നെയല്ലേ എന്നാണ് നമ്മളിൽ പലരും ധരിക്കുന്നത്. ഇതേ വിചാരത്തെയും ഇതേ സന്ദർഭത്തെയും അഭിമുഖീകരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന യഅ്കുലൂന റിബ, പലിശ തിന്നുന്നവർ, അവർ പിശാച് ബാധയേറ്റവരെ പോലെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭ്രാന്താണത്. എന്നിട്ട് അല്ലാഹു അതിന്റെ ന്യായം പറയുന്നത് അങ്ങനെ അവർ ഭ്രാന്തന്മാരായി പോകുന്നത്, അല്ലെങ്കിൽ പിശാച് ബാധയേറ്റവരെ പോലെയാകുന്നതിന്റെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ ഇന്നമൽ റിബ മിസ്ലുൽ ബൈ, കച്ചവടവും പോലെ തന്നെയാണ് പലിശയും എന്നവർ പറയുന്നു, എന്ന ന്യായം ചമക്കുന്നു എന്നതാണ്. പക്ഷേ രണ്ടും വളരെ വ്യത്യസ്തതയുള്ള ഇടപാടുകളാണ്. കച്ചവടത്തിൽ ഒരു കച്ചവടക്കാരന് ലാഭം ഉറപ്പിച്ചുകൊണ്ട് ഒരു കച്ചവടവും നടത്താൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു കച്ചവടവും ഒരു നിശ്ചിത അളവിൽ ലാഭം മാത്രം തരുന്ന ഒരു കച്ചവട ഇടപാടും ഈ ലോകത്തില്ല. മറിച്ച് ലാഭം പ്രതീക്ഷിക്കുന്നതിന്റെ കൂടെ ഏത് സമയവും നഷ്ടവും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് കച്ചവടം എന്ന് പറയുന്നത്. നഷ്ടം സഹിക്കാനുള്ള ഒരാളുടെ സന്നദ്ധതയാണ് ലാഭമെടുക്കാനുള്ള അയാളുടെ അർഹത എന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ, ഇസ്ലാമിക ശരീഅത്തിലെ അടിസ്ഥാന തത്വമാണ്. ഈ നഷ്ടം സഹിക്കാൻ സന്നദ്ധതയില്ലാത്തവർക്ക് ലാഭം പറ്റാൻ അർഹതയില്ല. നഷ്ടം പറ്റാൻ ഒരുക്കമല്ല എന്ന നിലക്ക് ലാഭം പറ്റുന്നവർ അവർ പലിശയാണ് സ്വീകരിക്കുന്നത്. ആ പലിശ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ്, വഫാത്താകുന്നതിന് മുമ്പ് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് തന്റെ കാൽക്കീഴിൽ ചവിട്ടിത്താഴ്ത്തിയ പലിശയാണത്. പലിശ എന്ന് പറഞ്ഞാൽ പലിശ എന്ന് ലേബലൊട്ടിച്ചത് മാത്രമല്ല, പലിശ എന്ന വിദ്യാഭ്യാസം നമുക്കുണ്ടാവണം. ദീനിൽ അങ്ങനെയല്ല.
പലിശയെന്ന് ലേബലിട്ടിച്ചതും പലിശയെന്ന് പേര് വിളിക്കുന്നതും മാത്രമല്ല പലിശ. നിങ്ങൾ പലിശയെ ലാഭമെന്നോ റിട്ടേൺ എന്നോ ഫായിദയെന്നോ മാറി മാറി പേര് വിളിച്ചതുകൊണ്ട് അത് പലിശയാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എന്താണ് നിക്ഷേപം എന്നറിയാൻ എന്നത് പഠിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. എന്തിൽ നിന്നാണ് ലാഭം പറ്റാൻ, വരുമാനം പറ്റാൻ നമുക്ക് അർഹതയുള്ളത് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇത് അങ്ങ് കണ്ണൂരിലാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല. നമ്മുടെ പരിസരങ്ങളിൽ ജ്വല്ലറികൾ കേന്ദ്രീകരിച്ച് സമാനമായ ഇടപാടുകൾ പലതും നടക്കുന്നുണ്ട്. ഇതേ സ്വഭാവത്തിലോ അതല്ലാത്ത സ്വഭാവത്തിലോ ജ്വല്ലറികൾ കേന്ദ്രീകരിച്ചും അതല്ലാത്ത ബിസിനസ് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ആപ്പുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഓൺലൈനിലുമുണ്ട്. പലരും ഇത് സ്വകാര്യമായി ചെയ്യുകയും വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന കേമന്മാർ നമുക്കിടയിൽ ധാരാളമുണ്ട്. പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് നഷ്ടക്കണക്കുകൾ പുറത്തറിഞ്ഞാൽ മാനക്കേടാകും. കാരണം കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കെണിയിലല്ല ഈ പോയി ചാടുന്നത്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പറ്റുന്ന ഒന്നല്ല ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണത്തോടുള്ള ആർത്തി, ദുനിയാവിനോടുള്ള ആർത്തി, ഇതൊക്കെ നമ്മളെ വല്ലാതെ പിടികൂടിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇരകളായി സമരവുമായിട്ട് നമ്മൾ രംഗപ്രവേശം ചെയ്യുന്നു. ഏതവസ്ഥയിൽ ഈ പറഞ്ഞ കണ്ണൂരിലെ കേസെടുത്ത് പരിശോധിച്ചാൽ അവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ആളുകളൊക്കെയും ഇപ്പോൾ സമരം ചെയ്യുന്നവരൊക്കെയും ഒരു കാലം വരെ ഏറിയും കുറഞ്ഞും അവർക്ക് നിശ്ചയിക്കപ്പെട്ട ലാഭം എന്ന പേരിലുള്ള പലിശ കൈപ്പറ്റിയവരാണ്. എന്നിട്ട് അവർ മുതൽ മുടക്കിയ, അവർ ഇത്രയും കാലം ലാഭം പറ്റിയ ബിസിനസ് ഇപ്പോൾ നഷ്ടത്തിലായിരിക്കുന്നു. നഷ്ടത്തിലായതിന്റെ കാരണം ആ ബിസിനസ് നടത്തിയ ആളുടെ കെടുകാര്യസ്ഥതയല്ല. ഏതൊരാൾക്കും സംഭവിക്കാവുന്നത് പോലെ അയാൾ 2020 മരണപ്പെട്ടതോടുകൂടിയാണ് ആ സ്ഥാപനം നഷ്ടത്തിലായത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അയാളുടെ അനന്തരാവകാശികൾ, അയാളുടെ മക്കൾ അത് ഏറ്റെടുത്തിരിക്കുന്നു. അവർ നിരന്തരമായി ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഒന്ന് വിറ്റ് കാശായാൽ നിങ്ങൾ നിക്ഷേപിച്ചതൊക്കെ തിരിച്ചു തരാം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ഇത്രയും കാലം പലിശ വാങ്ങിയവർ, എന്നിട്ട് തങ്ങൾ ആരിൽ നിന്നാണോ ലാഭമെന്ന പേരിൽ പലിശ വസൂലാക്കിയത്, അയാൾ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടു പോയപ്പോൾ അപ്പോഴും ഞങ്ങളുടേത് ഒരു ചില്ലിക്കാശ് മുടങ്ങാതെ തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിക്കുന്നവർ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് താൻ ചെയ്ത ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുകയും ആ നഷ്ടം സംഭവിച്ചതിന്റെ പേരിൽ നേരത്തെ താൻ കൊടുക്കാമെന്ന് ഏറ്റ പലിശയടക്കാൻ ഗതിയില്ലാതാവുകയും, പലിശ മാത്രമല്ല പലിശക്കാരൊക്കെയും തങ്ങളുടെ കാശ് തിരിച്ചു ചോദിക്കുന്ന വേളയിൽ അത് തിരിച്ചു കൊടുക്കാൻ ഗതിയില്ലാതാവുകയും ചെയ്ത ഒരാൾ, ഒരു ജ്വല്ലറി ഉടമ, ഒരു ബിസിനസ്സുകാരൻ മറുഭാഗത്തും നിൽക്കുകയാണ്. ആർക്കാണ് നീതി കിട്ടേണ്ടത്? ആരോടാണ് നമുക്ക് സഹതാപം ഉണ്ടാവേണ്ടത്? ഇസ്ലാമികമായ വീക്ഷണത്തിൽ രണ്ടു കൂട്ടരും സഹതാപം അർഹിക്കുന്നില്ല എന്നതാണ് അടിസ്ഥാനം. കാരണം ഈ കെണി മുഴുവൻ ഉണ്ടാക്കിയത് ആ ജ്വല്ലറി ഉടമയാണ്. പലിശക്ക് കടം വാങ്ങാൻ അയാൾ തീരുമാനിച്ചതാണ്. അയാൾ അതിൽ കണ്ടിട്ടുള്ള വലിയ നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവരെ ഇങ്ങനെ കടക്കാരായി ലാഭം കൊടുത്തു നിർത്തുന്നത് കൊണ്ട് അയാൾ കണ്ട ലാഭം എന്താന്ന് ചോദിച്ചാൽ, ശരിക്കും അവരെ ഇൻവെസ്റ്റേഴ്സ് ആക്കിയാൽ, ശരിക്കുമുള്ള നിക്ഷേപകരാക്കിയാൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, കിട്ടുന്ന ലാഭത്തിനനുസരിച്ച് അവർക്ക് ലാഭം കൊടുക്കേണ്ടി വരും. ഈ 900 രൂപ നിശ്ചയിച്ചത് കൊടുത്താൽ മതിയാവുകയില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലാഭം കൊടുക്കുന്നതോടൊപ്പം 1 ലക്ഷം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുടെ 1 ലക്ഷം രൂപ ഓരോ മാസം കഴിയും തോറും, ഓരോ വർഷം കഴിയും തോറും ഈ 1 ലക്ഷം രൂപ അതിന്റെ ക്യാപിറ്റൽ ധനം എന്നുള്ള നിലക്ക് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇക്കൊല്ലത്തെ ഒരു ബിസിനസ് അടുത്ത കൊല്ലം കണക്കെടുക്കുമ്പോ അതിന്റെ ആസ്തി മൂല്യം ഇപ്പോൾ 10 ലക്ഷമാണെങ്കിൽ അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് അതിന് 15 ലക്ഷമായി വളർന്നിട്ടുണ്ടാകും. അപ്പൊ 1 ലക്ഷം മുടക്കിയവന് അവന്റെ ആ സംരംഭത്തിലുള്ള അവന്റെ ക്യാപിറ്റൽ, അവന്റെ മൂലധനം കൊടുത്ത 1 ലക്ഷത്തിൽ നിന്ന് കച്ചവടക്കണക്കനുസരിച്ചാണെങ്കിൽ അത് 1.5 ലക്ഷമായിട്ട് വളർന്നിട്ടുണ്ടാകും. ആ 1.5 ലക്ഷം
അവന് കൊടുക്കാതിരിക്കാനുള്ള കുബുദ്ധി കാണിച്ചതാണ് ആ ജ്വല്ലറിക്കാരൻ. അത് വേറെ കാര്യം. അയാൾ വലിയ ബുദ്ധിമാനായതാണ്. അയാൾക്ക് ക്യാഷ് ബിസിനസ് കിട്ടുക എന്നതും അതിന് ബാങ്കിൽ കൊടുക്കേണ്ടി വരുന്ന പലിശ കൊടുക്കേണ്ടതില്ല എന്ന ലാഭത്തിനുമൊക്കെ ഒപ്പം മൂലധനം വളരുമ്പോൾ ആ മൂലധനത്തിൽ ഈ പണം തന്ന ആളുകളെ പങ്കാളികളാക്കേണ്ടതില്ല. ആ മൂലധനത്തിന്റെ വളർച്ചയുടെ മുഴുവൻ ആനുകൂല്യങ്ങളും തനിക്ക് പറ്റാം എന്ന ദുർമോഹത്തിന്റെയും ദുരാഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ അയാൾ ചെയ്ത പണിയാണത്. അതുകൊണ്ട് അയാളും അടിസ്ഥാനപരമായി സഹതാപമോ നീതിയോ അർഹിക്കുന്നയാളല്ല. അയാളാണ് ഈ കെണി മുഴുവൻ ഉണ്ടാക്കിയത്. ഞാൻ പറയുന്നത് പ്രധാനമായും സമരക്കാർ, അവർ ധർമ്മസമരത്തിലൊന്നുമല്ല. അവർ നമ്മളെ വലിയ മുജാഹിദുകളായി കാണേണ്ടതില്ല. ഹജ്ജ് കാലമാണ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ മുമ്പിൽ ടിവിയിൽ വാർത്തയിലൂടെ ഇങ്ങനെ ഇഹ്റാം കെട്ടിയ ഹാജിമാരുടെ ചിത്രം വന്നതുപോലെ ഇപ്പോ നിക്ഷേപ തട്ടിപ്പ് കാലത്ത് മഫ്തയും പർദ്ദയും ഇട്ട നിക്കാബിട്ട മുസ്ലിം സ്ത്രീകളുടെയും കാക്കമാരുടെയും ചിത്രങ്ങളും അവരുടെ ആവേശകരമായ പ്രതികരണങ്ങളും ആണ്. അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു ജിഹാദിനാണെങ്കിൽ അത്ര ആവേശം കാണൂല. വിടൂല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗുകളാണ് വരുന്നത്. ഒരു സമുദായം അകപ്പെട്ടുപോയ ദുരന്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്നതിന് തൊട്ടുമുമ്പും വിട പറയുന്ന സമയത്തും വളരെ കൃത്യമായി ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കാതെ, അതിൽ ഒരു ജാഗ്രതയും ഒരു സൂക്ഷ്മതയും പുലർത്താതെ ഈ സമുദായം എവിടെയാണ് എത്തിപ്പെട്ടു നിൽക്കുന്നത് എന്നത് വളരെ പരിതാപകരമായ കാര്യമാണ്. ഇതിങ്ങനെ പറയുന്നത് കണ്ണൂരിൽ അങ്ങനെ സംഭവിച്ചുപോയ ഒരു ജ്വല്ലറി ഉടമയെയോ അല്ലെങ്കിൽ അവിടെ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സമരത്തിൽ ഏർപ്പെടുന്ന ഗതികെട്ട കുറെ ഉമ്മമാരെയും കുറെ സഹോദരിമാരെയും അവരെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല ഇതൊന്നും പറഞ്ഞിട്ടുള്ളത്. അത് സംഭവിച്ചുപോയി. അത് മിക്കവാറും അവർ ആ അർത്ഥത്തിൽ വിദ്യാഭ്യാസം ചെയ്യപ്പെടാത്തത് കൊണ്ടായിരിക്കും. നമ്മുടെ മതവിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അവർക്ക് പലിശ ഹറാമാണെന്നറിയാം. അള്ളാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള കൊടും പാപമാണത് എന്ന് അവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് പലിശ എന്ന് പറഞ്ഞ് കിട്ടുന്ന പലിശയെ അവർ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നുണ്ടാകും. വട്ടിപ്പലിശക്കാരിൽ നിന്ന് അവർ കൃത്യമായ അകലം പാലിക്കുന്നുണ്ടാകും. പക്ഷേ പലിശ എന്നതല്ലാത്ത പേരിൽ ഒരു കച്ചവടത്തിൽ നിക്ഷേപം, ലാഭം എന്നൊക്കെ പേരുകൾ കേട്ടപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കെണിയിൽ വീണതായിരിക്കും അവർ. പക്ഷേ യഥാർത്ഥത്തിൽ അത് നിക്ഷേപമല്ല, അത് ലാഭമല്ല, അത് കടം കൊടുക്കലാണ്. കടം കൊടുത്തതിന് പകരമുള്ള പലിശ വാങ്ങലാണ്. നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ ഇപ്പോൾ തന്നെ എൻഗേജ് ചെയ്തുകൊണ്ടോ അല്ലാതെയോ നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ വീടുകളിൽ ഒക്കെ സമാനമായ ഇടപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. നമ്മൾ ജാഗ്രതപ്പെടണം. അങ്ങനെ പെട്ടുപോയവർ ഒട്ടും അമാന്തിച്ചു നിൽക്കാതെ, ന്യായങ്ങൾ ചമക്കാൻ ശ്രമിക്കാതെ, യാഥാർത്ഥ്യം അറിഞ്ഞ് ഇത് ചെറിയ കളിയല്ല, യംഹഖുല്ലാഹു റിബ, നിങ്ങൾ നിങ്ങളുടെ ഏത് സംരംഭവും വിജയിപ്പിച്ചെടുക്കാമെന്ന് കരുതുന്നത് പലിശ കൊണ്ടാണെങ്കിൽ ആ പൂതി നടപ്പില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തേച്ച് മായ്ച്ച് നശിപ്പിക്കാൻ ഒരുങ്ങി വാളോങ്ങി നിൽക്കുന്ന ഇടപാടാണ് പലിശ എന്നറിയുക. അതുകൊണ്ട് അതിനോട് പാലിക്കേണ്ടുന്ന അകലം പാലിച്ചേ പറ്റൂ എന്ന ബോധം നമുക്കുണ്ടാവുക. ആ പലിശ നമ്മളിലേക്ക് ഇപ്പറഞ്ഞ വ്യാജ പേരുകളിൽ കടന്നുവരും എന്നതിനെ കുറിച്ചും ഒരു വ്യക്തി എന്നുള്ള നിലക്കും ഒരു സമുദായം എന്നുള്ള നിലക്കും നമുക്ക് ബോധമുണ്ടാവുക, ജാഗ്രതയുണ്ടാവുക, കോമൺ സെൻസ് ഉപയോഗിക്കുക എന്നത് ഈ സംഭവങ്ങളിലൊക്കെ വെളിച്ചത്തിൽ എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين.
عباد الله أوصيكم وإياي ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين اللهم أعزنا بالإسلام وأعز الإسلام بنا اللهم انصر إخواننا المجاهدين في غزة اللهم انصر إخواننا المستضعفين المظلومين في فلسطين اللهم انصرهم على أعدائهم من الصهاينة الغاصبين والأمريكان الظالمين اللهم إنهم طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربنا صوت عذابك اللهم أنزل عليهم بأسك الذي لا يرد عن القوم المجرمين اللهم انصر إخواننا المسلمين في كل مكان في العالم يا رب العالمين اللهم انصرهم نصرا عزيزا وافتح لهم فتحا مبينا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر.